ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിരുന്നു. 1.5 മാസമായി അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തി. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിച്ചും ഉപ്പുപയോഗിച്ച് കമ്പി തുരുമ്പിച്ചുമാണ് ഗോവിന്ദച്ചാമിയുടെ അമ്പരപ്പിക്കുന്ന ജയിൽ ചാട്ടം. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവരം പുറം ലോകം അറിഞ്ഞതോടെ പോലീസിനോടൊപ്പം ജനങ്ങളും നാടിളക്കി അന്വേഷിച്ചു. ജില്ലാ അതിർത്തികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പരിശോധന. അതിനിടയിലാണ് DCC ഓഫീസിന് സമീപത്തെ CCTVയിൽ ഗോവിന്ദച്ചാമി പെടുന്നത്. പിന്നീട് ആ പ്രദേശത്താകെ ഒന്നായി തിരച്ചിൽ. ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിൽ ഗോവിന്ദച്ചാമി. ഒളിയിടം തിരിച്ചറിഞ്ഞ് അടുത്തെത്തിയവരോട് കൊല്ലുമെന്ന് ഭീഷണി. വേണ്ടിക്കഴിഞ്ഞാല് കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞു. ഒച്ചയിട്ട് ആൾക്കാർ വരുത്തിക്കാണ് അവർ പിടിച്ചു. കേരളം വിടാൻ പദ്ധതിയിട്ടായിരുന്നു ജയിൽ ചാട്ടം. പക്ഷേ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും സ്ഥലത്ത് മോഷണം നടത്തി പണം കണ്ടെത്താനുള്ള ആലോചന. ജയിൽ ചാട്ടത്തിന് മറ്റാരുടെയും സഹായം തേടിയിട്ടില്ലെന്നും ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി മൊഴി നൽകി. സെൻട്രൽ ജയിലിന്റെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും എങ്ങനെയായിരുന്നു ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നുള്ളതാണ് തെളിവെടുപ്പിന്റെ ഭാഗമായും പോലീസ് ചോദിച്ചറിഞ്ഞത്. ജയിലിനകത്ത് എത്തിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയോട് ഈ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു. അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസത്തേക്ക് ഗോവിന്ദച്ചാമിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി കഴിയുന്നത്. ഒരുപക്ഷെ ജയിൽ മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. അതിനുള്ള ഉത്തരവ് ഇതിനകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നാളെ അതിൽ തീരുമാനമുണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.